ഹലോ സ്റ്റുഡൻസ്, മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പോർഷൻസ് പഠിപ്പിച്ചു തുടങ്ങുന്നില്ല. നമ്മുടെ സിലബസ് കാണിച്ചിട്ട് അതിൽ ഓരോ മോഡ്യൂളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത് എന്നതിനെ പറ്റിയുള്ള ഒരു ജനറൽ വ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കിതിൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ടെക്നോളജി എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തായിരുന്നു. അതല്ലാതെ സിലബസിലുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, സിലബസിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ സിലബസ്. 5 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ ഒരുപാട് ടോപ്പിക്സുകളും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അവസാനത്തെ മോഡ്യൂളിൽ വരുന്ന കുറച്ച് പോർഷൻസാണ് നമ്മുടെ ഈ സബ്ജക്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. BME എന്ന് പറയുന്ന സബ്ജക്റ്റ് അവസാനത്തെ മോഡ്യൂളിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് പഠിച്ചായിരുന്നു. അതായത് കാസ്റ്റിങ്, വെൽഡിങ്, പിന്നെ ഫോർജിങ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക്സ് പഠിച്ചായിരുന്നു. ആ കാര്യങ്ങളെ പറ്റിയുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ പോർഷൻസൊക്കെ കാര്യമായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ സാധിച്ചവർക്ക് ഈ സബ്ജക്റ്റ് ഈസി ആയിരിക്കും. സാധാരണ ഈ പോർഷൻസൊക്കെ കുറച്ച് ഈസി ആയിട്ടാണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കൺസിഡർ ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ കൂട്ടത്തിലാണ് ഈ സബ്ജക്റ്റൊക്കെ വരുന്നത്, ഈ പോർഷൻസൊക്കെ വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിലുള്ള ഓരോ മോഡ്യൂളിൻ്റെയും മെയിൻ ടോപ്പിക്സ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കാസ്റ്റിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ BME എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഇയർ നിങ്ങളുടെ BME എന്ന സബ്ജക്റ്റിൽ അവസാനത്തെ മോഡ്യൂൾ വരുന്ന ആദ്യത്തെ പോർഷൻ തന്നെയാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ പൗഡർ മെറ്റലർജിയും വെൽഡിങ്ങുമാണ് വരുന്നത്. ഇതിൽ പൗഡർ മെറ്റലർജി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ പഠിച്ചു കാണും BMEയിൽ. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ നിങ്ങൾ വർക്കും ചെയ്ത് കാണും. ആർക്ക് വെൽഡിംഗ് ഒക്കെ വർക്ക്ഷോപ്പിൽ ചെയ്ത് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. വെൽഡിങ്ങും ചെയ്ത് കാണും. കാസ്റ്റിങ്ങിൻ്റെ അതിൻ്റെ ആ ഫൗണ്ടറി എന്ന് പറഞ്ഞുകൊണ്ട് മൗൾഡൊക്കെ ഉണ്ടാകണം, സാൻഡ് മോൾഡിങ് പ്രൊസീജിയറൊക്കെ നിങ്ങൾ മിക്കവാറും വർക്ക്ഷോപ്പിലൊക്കെ ചെയ്ത് കാണും. അപ്പം കാസ്റ്റിംഗ് നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്. സെക്കൻഡ് മോഡ്യൂൾ വരുന്ന വെൽഡിങ് നിങ്ങൾ പഠിച്ചതാണ്. പൗഡർ മെറ്റലർജി നിങ്ങൾ പഠിച്ചിട്ടില്ല. പിന്നെ മൂന്നാമത്തെ മോഡ്യൂളിൽ ഈ വെൽഡിങ്ങിൻ്റെ ബാക്കി പോർഷനായ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പഠിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോൾഡറിങ്ങും ബ്രാസിങ്ങും ഇതും കൂടെ നമ്മൾ പഠിക്കും. ഈ സോൾഡറിങ്ങും ബ്രാസിങ്ങും കൂടെ നമ്മൾ BMEയിൽ പഠിച്ചതാണ്. ഇത് നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെയ്ത് കാണത്തില്ല. പക്ഷേ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഈ സോൾഡറിങ്ങും ബ്രാസിങ്ങും കൂടെ വന്നിട്ടുണ്ട്. അതാണ് തേർഡ് മോഡ്യൂളിൽ വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രാസിങ്ങും. പിന്നെ ഫോർത്ത് മോഡ്യൂളിൽ മെറ്റൽ ഫോർജിങ്ങും MEMS വരുന്നുണ്ട്. ഈ മെറ്റൽ ഫോർജിങ്ങും അതിൻ്റെയും കുറച്ച് പോർഷൻസ് നിങ്ങൾ BMEയിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വർക്ക്ഷോപ്പിൽ സ്മിത്തി എന്ന് പറയുന്ന സെക്ഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി ചെയ്യുന്ന ഈ മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് സ്മിത്തിയിലൊക്കെ. അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഫോർത്ത് മോഡ്യൂളിൽ MEMS ഉണ്ട്. ഫിഫ്ത്ത് മോഡ്യൂളും കംപ്ലീറ്റ് ആയിട്ട് MEMS ആണ്. ഈ MEMS എന്താണ് എന്ന് ഞാൻ ആ മോഡ്യൂളിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഈ വീഡിയോയിൽ തന്നെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ സമയത്ത് MEMS എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സെക്കൻഡ് മോഡ്യൂളിൽ വെൽഡിങ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തേർഡ് മോഡ്യൂളിലും വെൽഡിങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ MEMS ഫോർത്ത് മോഡ്യൂളും വരുന്നുണ്ട്. പിന്നെ ഫിഫ്ത്ത് മോഡ്യൂളും MEMS എന്ന് പറഞ്ഞ പോർഷൻസ് വരുന്നുണ്ട്. അപ്പം ഓവർലാപ്പ് ചെയ്തൊക്കെ വരുന്നുണ്ട്. ഓരോ മോഡ്യൂളിലെ പോർഷൻസും ഓവർലാപ്പ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ ഏതോ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കോപ്പി അടിച്ചാണ് ഈ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ 6 മോഡ്യൂളായിരിക്കാം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അതിൽ കൂടുതലോ മോഡ്യൂൾസൊക്കെ ഉണ്ടായിരിക്കാം. അതിനെ നമ്മുടെ 5 മോഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്തപ്പം ആണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു പോയത്. ഒരുമാതിരി അവയിൽ വരുവായി പോയത്. ഒരു മോഡ്യൂളിൽ നിന്ന് മറ്റേ മോഡ്യൂളിലൊക്കെ ഷെയർ ചെയ്ത് ഓരോ സെയിം പോർഷൻസ് ഒക്കെ വരുന്ന ആ ഒരു അവസ്ഥ വന്നു പോയത്. എനിക്ക് തോന്നുന്നു മോഡ്യൂൾസ് കമ്പൈൻ ചെയ്തപ്പം പറ്റിപ്പോയതാണ്. ഒന്നുകിൽ അവർ കോപ്പി ചെയ്ത യൂണിവേഴ്സിറ്റി സിലബസിൽ 3 മോഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ കാണും. അതല്ല എങ്കിൽ 6 or 7 മോഡ്യൂൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഒരു 6 or 7 മോഡ്യൂളിൽ ഓരോ മോഡ്യൂളിലും ഉണ്ടായിരുന്ന ടോപ്പിക്സ് 5 മോഡ്യൂളിലായിട്ട് കമ്പൈൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നു പോയത്. ഈ MEMS സത്യം പറഞ്ഞാൽ ഈ ഫിഫ്ത്ത് മോഡ്യൂൾ പഠിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാലും ഫോർത്ത് മോഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫ് ആയിട്ട് MEMS കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷൻ ഇതിൻ്റെ ഈ തേർഡ് മോഡ്യൂളിൻ്റെ കൂടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെൽഡിംഗ് എന്ന പോർഷൻ കൂടി ഇതിൻ്റെ അകത്തോട്ട് തിരികെ കയറ്റിയത്. അപ്പം അങ്ങനെയൊക്കെ ഒരുമാതിരി അവയിൽ പരുവത്തിലാക്കി കളഞ്ഞൊരു സിലബസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്തായാലും ആദ്യത്തെ മോഡ്യൂൾ 1 എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കാസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ ചൂടാക്കി മെൽറ്റ് ചെയ്യും. അങ്ങനെ മോൾട്ടൺ മെറ്റൽ ഫോമിലാക്കിയ ആ മെറ്റലിനെ മൗൾഡിലോട്ട്, ഒരു ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അത് തണുത്ത് കഴിയുമ്പോഴേക്കും ആ ക്യാവിറ്റിയുടെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത്
വർക്ക് പീസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ നമ്മൾ ചൂടാക്കി മെൽറ്റ് ചെയ്യും. ആ മോൾട്ടൺ മെറ്റലിലുള്ള ആ ഫോമിലുള്ള മെറ്റലിനെ ഒരു കാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. ആ കാവിറ്റി എന്ന് പറയുന്നതിന് മൗൾഡ് എന്നാണ് പറയുന്നത് ടെക്നിക്കലി. അപ്പോൾ ആ കാവിറ്റിക്ക് ഒരു പ്രത്യേക ഷേപ്പ് കാണും. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന മോൾട്ടൺ മെറ്റൽ തണുത്ത് കഴിയുമ്പോഴേക്കും ആ കാവിറ്റിയിലുള്ള ഷേപ്പിൻ്റെ ആ ഒരു രൂപമായിട്ട് മാറും. എന്നിട്ട് നമുക്ക് ആ കാവിറ്റി പൊട്ടിച്ച് അല്ലെങ്കിൽ ഈസി ആയിട്ട് അതിൽ നിന്ന് അകത്തുള്ള കാസ്റ്റിങ്ങിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ വർക്ക് പീസിനെ ചൂടാക്കി മെൽറ്റ് ചെയ്ത് ഓരോ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ കാസ്റ്റിങ്ങിൻ്റെ അകത്ത് ഇങ്ങനത്തെ കമ്പോണൻസ് ഒക്കെയാണ് സാധാരണ കാസ്റ്റിംഗ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി മെഷീൻസ് ഒന്നും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഷേപ്പിലുള്ള കമ്പോണൻസ് ആണ് കാസ്റ്റിംഗ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പം എന്താ ഈ ഒരു ഷേപ്പിലുള്ള കമ്പോണൻറ്റ് നോക്കുക. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കാണും. ബൈക്കിൻ്റെ എൻജിൻ്റെ മുകളിൽ വരുന്ന ഒരു പോർഷനാണ് ഇതാ ഈ കാണുന്ന ബൈക്കിൻ്റെ എഞ്ചിൻ്റെ മുകളിൽ വരുന്ന ഈ പോർഷൻ. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസാണ്. അത് നമുക്ക് ലെയ്ത്തോ അല്ലെങ്കിൽ ഷേപ്പറോ മില്ലിംഗ് മെഷീനോ അങ്ങനത്തെ അല്ലെങ്കിൽ ഗ്രൈൻഡ് മെഷീനോ അങ്ങനത്തെ മെഷീൻ ഉപയോഗിച്ചൊന്നും ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കമ്പോണൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റ് മെഷീനറി ഒന്നും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കമ്പോണൻസ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കും. ആ ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. പാറ്റേൺ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിഞ്ഞുകൂടെങ്കിലും ഞാൻ എന്തായാലും പഠിപ്പിക്കും. അപ്പോൾ ആ പാറ്റേൺ ഉപയോഗിച്ചാണ് ആ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് മോൾട്ടൺ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ആ മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് തണുത്ത് ഉറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം മറ്റ് മെഷീനറി ഒന്നും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പ്രോഡക്ട്സിനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ സാൻഡ് മോൾഡിങ് പ്രൊസീജിയർ നിങ്ങൾ ഒരുപക്ഷെ BMEയിൽ പഠിച്ച് കാണും, വർക്ക്ഷോപ്പിലും ചെയ്ത് കാണും. വർക്ക്ഷോപ്പിൽ ആക്ച്വലായിട്ടുള്ള ചെയ്യുന്ന ഈ ഫൗണ്ടറി എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സാൻഡ് മോൾഡിങ് പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ സാൻഡ് മോൾഡിങ് പ്രോസസ്സാണ്. അതായത് സാൻഡ് ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇതിൻ്റെ ഫിഗറൊക്കെ വരച്ച് നിങ്ങൾ മിക്കവാറും റെക്കോർഡൊക്കെ എഴുതി കാണും. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഈ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്, സാൻഡിൽ എങ്ങനെയാണ് ഈ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന ആ ഒരു സംഭവത്തിനാണ് സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്. ഇത് നമ്മൾ BMEയിലും പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ ആക്ച്വലി കാസ്റ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അധികം ഒന്നും പഠിക്കുന്നില്ല. കാരണം കാസ്റ്റിങ്ങിൻ്റെ ബേസ് നമ്മൾ BMEയിൽ പഠിച്ചു. അതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ഈ കാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സാൻഡ് മോൾഡിൽ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കമ്പോണൻസ് മാത്രം ഉണ്ടാക്കാവുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു മോൾഡിംഗ് മെത്തേഡാണ് സാൻഡ് മോൾഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഒരുപാട് കമ്പോണൻസ് ഉണ്ടാക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, അതായത് മാസ് പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെ ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സാണ്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാസ്റ്റിംഗ് മെത്തേഡ്സ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. 2-3 കാസ്റ്റിംഗ് മെത്തേഡ്സ് ഒന്നുമല്ല, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാസ്റ്റിംഗ് മെത്തേഡ്സ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഞാനിവിടെ പറയുകയാണെങ്കിൽ ഈ 5 മോഡ്യൂൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പോർഷൻസ് പഠിക്കാനുള്ള ഫസ്റ്റ് മോഡ്യൂളാണെന്ന് പറയാം. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ കാസ്റ്റിങ്ങിൻ്റെ ബേസ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കൂടുതലും പഠിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡസ്ട്രീസൊക്കെ മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, പല ടെക്നോളജീസിനെ പറ്റി. അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കൂടുതൽ പഠിക്കാനുള്ളതും ഈ ഫസ്റ്റ് മോഡ്യൂളാണ്. പഠിക്കാൻ ടഫാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പഠിക്കാൻ കൂടുതലുള്ളത് ഫസ്റ്റ് മോഡ്യൂളാണ് ബാക്കിയുള്ള മോഡ്യൂൾസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. കാസ്റ്റിങ്ങിനെ പറ്റിയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. സെക്കൻഡ് മോഡ്യൂളിലാണ് പൗഡർ മെറ്റലർജിയും വെൽഡിങ് വരുന്നത്. ആദ്യം നമുക്ക് പൗഡർ മെറ്റലർജി എന്താണെന്ന് നോക്കാം. പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെ ഈ പൗഡർ മെറ്റലർജിയിൽ ഈ വർക്ക് പീസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ പൗഡർ ഫോം ആക്കും. കാസ്റ്റിങ്ങിലാണെങ്കിൽ അതിനെ ചൂടാക്കി മെൽറ്റ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ പൗഡർ മെറ്റലർജിയിലാണെങ്കിൽ അതിനെ ചൂടാക്കിയോ മെൽറ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല. പകരം ആ വർക്ക് പീസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ പൗഡർ ഫോമിലാക്കും. പൗഡർ ഫോമിലാക്കിയിട്ടായിരിക്കും അതിനെ കംപ്രസ് ചെയ്ത് എന്നിട്ട് കാവിറ്റിയിലോട്ട് ആ പൗഡറിനെ ഫില്ല് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്യും. ഇങ്ങനെ പഞ്ച് ഉപയോഗിച്ച് ഇതിനെ കംപ്രസ് ചെയ്ത് ആ ഷേപ്പിൽ എന്ത് റിക്വയർഡ് ഷേപ്പിലാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലേക്ക് മാറ്റിയിടുന്നത് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത്. അങ്ങനെ റോ മെറ്റീരിയലിനെ അല്ലെങ്കിൽ വർക്ക് പീസിനെ പൗഡർ ഫോമിലാക്കിയിട്ട് ഓരോ റിക്വയർഡ് സൈസിലും ഷേപ്പിലുള്ള കമ്പോണൻസിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ
ഇപ്പം വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റീരിയലാണെന്ന് കരുതുക. ഇപ്പോൾ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയലൊക്കെയാണ് ഈ 3500 അല്ലെങ്കിൽ 4000 അടുത്തോളം ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണുള്ളത്. അപ്പോൾ അത്രയും ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയലിനെ നമുക്ക് ഫർണസ് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം ഫർണസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വളരെ കൂടിയ പവർഫുൾ ആയിട്ടുള്ള ഫർണസൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പല അതർ ടെക്നോളജീസൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ ഉപയോഗിക്കുന്ന ഫർണസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സാധാരണ ഫർണസിൽ അത്രത്തോളം ഈ 4000°C അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം വളരെ ഹൈ ടെമ്പറേച്ചറുള്ള മെറ്റീരിയലിനെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് നമുക്ക് ഓരോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല കാസ്റ്റിംഗ് പോലെ. അപ്പം അങ്ങനെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റീരിയലാണ് എങ്കിൽ അതിനെ മെൽറ്റ് ചെയ്യത്തില്ല, പകരം ഇങ്ങനെ ക്രഷ് ചെയ്ത് പൗഡർ ഫോമിലാക്കും. ഇങ്ങനെ ചെറിയ പൗഡർ ഫോമിലായിട്ട് ആക്കിയിട്ട് ചെറിയ പാർട്ടിക്കിൾ സൈസിലുള്ള പൗഡർ ഫോമിലോട്ട് ആക്കിയിട്ട് അതിനെ ഈ ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്തിട്ട് കംപ്രസ് ചെയ്ത് നമുക്ക് റിക്വയർഡ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കും. ഇതിലിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ സർഫസിലുള്ള ഒരു കമ്പോണൻ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആക്ച്വലായിട്ടുള്ള കേസിൽ ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മാത്രമല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാനും പൗഡർ മെറ്റലർജി ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ പൗഡർ മെറ്റലർജി ഉപയോഗിക്കുന്നത് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനായിരിക്കും. ഒന്ന് വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലുള്ള മെറ്റീരിയൽസ്, കാരണം അതിനെ മെൽറ്റ് ചെയ്ത് എടുക്കാനൊക്കത്തില്ല, അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ പൗഡർ ആക്കിയിട്ട് ഓരോ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കും. അത് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ്നെസ് കൂടി അല്ലെങ്കിൽ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഈ മെഷീൻസ് ഉപയോഗിച്ച് അതിൻ്റെ മെറ്റീരിയൽ റിമൂവ് ചെയ്യാനൊന്നും നോക്കത്തില്ല. ഇപ്പം വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ലെയ്ത്തിലോ ഷേപ്പറിലോ അല്ലെങ്കിൽ മില്ലി മെഷീനിലോ ഒക്കെ വെച്ച് കൊടുത്ത് അതിനെ മെഷീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ചിലപ്പോൾ ടൂളൊക്കെ പൊട്ടിപ്പോയതായിരിക്കും വളരെ ഹാർഡായിട്ടുള്ള വർക്ക് പീസാണ് എങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കേസും അതുപോലെ തന്നെ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ് എങ്കിൽ, ഇപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ വളരെ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതും കാസ്റ്റ് അയണിലുള്ള ഒരു വർക്ക് പീസ് നമുക്ക് ലേത്തിൽ കൊണ്ട് വർക്ക് ചെയ്യാനൊക്കത്തില്ല. ടൂൾ കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ വർക്ക് പീസ് പൊട്ടിപ്പോകും, വർക്ക് പീസ് ബ്രിട്ടിലായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലും ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലിനുമൊക്കെ ഉപയോഗിച്ച് ഓരോ കമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിലും പൗഡർ മെറ്റലർജി എന്ന പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ഈ ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലിനെ ക്രഷ് ചെയ്യാനൊക്കെ മെഷീനറി ഉണ്ട്. അങ്ങനെ ക്രഷ് ചെയ്ത് പൗഡർ ഫോമിലാകും. എന്നിട്ടായിരിക്കും അതിന് ഓരോ ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം കാസ്റ്റിംഗ് ആണെങ്കിൽ മെൽറ്റ് ചെയ്തായിരിക്കും ഓരോ ഷേപ്പിൽ ഉണ്ടാക്കുന്നത്. വർക്ക് പീസിന് മെൽറ്റ് ചെയ്ത് ഓരോ ഷേപ്പിലുമായിട്ട് മാറ്റിയെടുക്കും. പൗഡർ മെറ്റലർജി ആണെങ്കിൽ ആ വർക്ക് പീസിന് അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ പൗഡർ ഫോമിലോട്ടാക്കിയിട്ട് അതിനെ ഓരോ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കും. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ പഠിക്കാനുള്ളത്. പൗഡർ മെറ്റലർജിയുടെ കൂടെ സെക്കൻഡ് മോഡ്യൂളിലുള്ളതാണ് ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രാസിങ്ങും ഈ 3 പ്രോസസ്സിനെയും മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ മെറ്റൽ പീസസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ്. ഇപ്പോൾ വെൽഡിംഗ് ഒക്കെ ഈ വർക്ക് പീസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണല്ലോ വെൽഡിംഗ് ഒക്കെ. അപ്പോൾ വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രാസിങ്ങും ആണ് ഇനി അടുത്തത് വരുന്നത്. അതിൽ വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷൻസ് സെക്കൻഡ് മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസ് ആയിട്ടുള്ള ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്. ഇത് വെൽഡ് ഉപയോഗിച്ച് മെറ്റൽ പീസുകളെ ജോയിൻ ചെയ്ത കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ കാണുന്നതാണ് വെൽഡ് എന്ന് പറയുന്നത് ആ ജോയിൻറ്റ്. ഇതൊരു പെർമനൻറ്റ് ജോയിൻ്റ് ആണെന്നൊക്കെ പറയാം. പെർമനൻറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ പൊട്ടിച്ച് കളയേണ്ടി വരും. ഈ വെൽഡിനെ പൊട്ടിച്ച് കളഞ്ഞ് ഈ വർക്ക് പീസിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് ജോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് വെൽഡിങ് ഈ സംഭവം ഒരുപക്ഷെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെയ്താണ്, BMയിൽ പഠിച്ച് കാണും. ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് വെൽഡിങ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ ഇലക്ട്രോഡ്സിനെ പറ്റിയും ഈ ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക് വർക്കിങ്ങിനെ പറ്റിയും പിന്നെ വെൽഡിങ് ഡിഫക്ട്സിനെ പറ്റിയൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തേർഡ് മോഡ്യൂളും വെൽഡിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലേസർ ബീം വെൽഡിങ്ങും പിന്നെ ഇലക്ട്രോൺ ബീം വെൽഡിങ് അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2 ടൈപ്പ് ഓഫ് വെൽഡിങ് മെത്തേഡ്സ് കൂടെ നമ്മൾ തേർഡ് മോഡ്യൂൾ പഠിക്കും. ആക്ച്വലി നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട വേറെ വെൽഡിങ് മെത്തേഡ്സ് ഉണ്ട്. ഈ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ട്. ഇതൊന്നും ആക്ച്വലി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. പകരം ഇലക്ട്രോൺ ബീം വെൽഡിങ്ങും ലേസർ ബീം വെൽഡിങ്ങും ഒക്കെയാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ ചെറിയ ടോപ്പിക്സ് ആണെന്ന് പറയാം. നമ്മൾ കേൾക്കുമ്പോൾ വലിയ സംഭവിച്ച് തോന്നുമെങ്കിലും ചെറിയ ടോപ്പിക്സ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ വെൽഡിങ്ങിൻ്റെ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2-3 മെത്തേഡ്സിനെ പറ്റി നമ്മൾ പഠിക്കും. അതിനുശേഷം സോൾഡറിങ്ങും ബ്രേസിങ്ങും കൂടെ നമ്മൾ പഠിക്കും. എന്താണ് സോൾഡറിങ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, BMയിൽ നിങ്ങൾ പഠിച്ചതാണ്. മിക്കവാറും ഈ ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ഒക്കെ അവരുടെ ലാബിൽ ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സായിരിക്കും ഈ സോൾഡറിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്താണ് മെത്തേഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ വീടുകളിൽ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ TVയോ മോണിറ്ററോ ഒക്കെ വർക്ക് ശരിയാക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അവർ ഇതൊക്കെ ഉപയോഗിച്ച് ഈ കമ്പോണൻസ് ജോയിൻ ചെയ്യുന്നത് കാണാം. ഈ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ
റെസിസ്റ്റൻസും അല്ലെങ്കിൽ കപ്പാസിറ്ററും അങ്ങനത്തെ എലമെൻറ്റ്സൊക്കെ ഈ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൽ PCBയിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജോയിനിങ് മെത്തേഡാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. വെൽഡിങ്ങിൻ്റെ അത്രത്തോളം ഹൈ ഫോഴ്സ് ഒന്നും ഇതിന് വെസ്റ്റേൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ജസ്റ്റ് ആ PCB ആയിട്ട് ജോയിൻ ചെയ്തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജോയിനിങ് മെത്തേഡാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. ഈ സോൾഡറിങ് അയൺ ആണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സോൾഡർ ചെയ്യാനുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സോൾഡറിങ് അയൺ ആണ് ഈ കാണുന്ന സോൾഡറിങ് അയൺ ആണ്. അപ്പോൾ അതിൻ്റെ ടിപ്പിൽ ഈ സോൾഡർ, ഈ വയറാണ്, ഈ വയർ ഫോമിലിരിക്കുന്ന അതിനെയാണ് സോൾഡർ എന്ന് പറയുന്നത്. അതൊരു അലോയാണ്. ആ അലോയുടെ കണ്ടന്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അപ്പോൾ ആ വയർ ഫോമിലുള്ള ആ സോൾഡർ ഈ ടിപ്പിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് മെൽറ്റ് ചെയ്യും. ആ മെൽറ്റ് ചെയ്ത ഡ്രോപ്ലെറ്റ്സ് അത് എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്തോട്ട് തേച്ച് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ഒരു ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതേപോലെയുള്ള വേറൊരു പ്രോസസ്സാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സോൾഡറിങ്ങിനെക്കാളും കുറച്ചും കൂടെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. സോൾഡറിങ്ങിന് നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ചാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഇതിൽ വെൽഡിംഗ് ടോർച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഫയർ ടോർച്ച് ഉപയോഗിച്ചായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ചായിരിക്കും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലും സോൾഡറിന് പകരം വേറൊരു റോഡ്, ഒരു ഫില്ലർ റോഡ് കൊടുത്തിരിക്കും. അതും ഒരു അലോയാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണ് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ആണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കളറിലുള്ള ഷേപ്പിലുള്ള ജോയിൻ്റ് ആയിരിക്കും അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വെൽഡിങ്ങിൻ്റെ അത്രത്തോളം ഹെവി ജോയിൻ്റ് ഒന്നുമല്ല ഇത്. പക്ഷേ സോൾഡറിങ്ങിനെക്കാളും കുറച്ചും കൂടെ ഹെവി ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ബ്രേസിംഗ്. ഇതും ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണാം. നിങ്ങൾ പഠിച്ചിട്ടില്ല, BMയിൽ നിങ്ങൾ പഠിച്ചു തന്നെയാണ് ഇതിൻ്റെ തിയറി, ബ്രേസിംഗ് എന്താണെന്നും അതിലുപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ കണ്ടന്റ് എന്താണെന്നും ഒക്കെ നിങ്ങൾ BMയിൽ പഠിച്ചു കാണും. എന്തായിരുന്നാലും അത് നമ്മളൊന്നും കൂടെ പഠിക്കും. ഇതാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ജോയിനിങ് പ്രോസസ്സ്. അപ്പോൾ ആ ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ചാണ് ഹീറ്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിച്ച് അവിടെ തേച്ച് കൊടുക്കുമ്പോഴേക്കും അവിടെ ഒരു ജോയിൻറ്റ് പോലെ ഫോമായി വരും. ഇതാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ജോയിനിങ് പ്രോസസ്സ്. ഇതാണ് നമ്മുടെ തേർഡ് മോഡ്യൂൾ പഠിക്കാനുള്ള വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രേസിംഗ്. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. അടുത്തതാണ് മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർത്ത് മോഡ്യൂളാണ് മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. മെറ്റൽ ഫോർജിങ് നമ്മൾ BMയിൽ അതിൻ്റെ 1-2 മെറ്റൽ ഫോർജിങ്ങിൻ്റെ ആ കാറ്റഗറിക്കകത്ത് ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. അതിൽ 1-2 പ്രോസസ്സ് നമ്മൾ BME എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചു. ആ പ്രോസസ്സ് തന്നെ ഇവിടെ നമ്മൾ ഒന്നും കൂടെ പഠിക്കും. മെറ്റൽ ഫോർജിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഹീറ്റ് അപ്ലൈ ചെയ്ത് ആ വർക്ക് പീസിനെ ചൂടാക്കും. വർക്ക് പീസിനെ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അത് മെൽറ്റ് ചെയ്യത്തില്ല, പകരം അതിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ടായിരിക്കും വർക്ക് പീസിനെ ചൂടാക്കുന്നത്. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചുട്ട് പഴുത്തിരിക്കുന്ന ടെമ്പറേച്ചർ. അതായത് ഇവിടെ കാണുകയാണ് ഒരു ഗോൾഡൻ യെല്ലോ ആ കളറിലോട്ട് ആ വർക്ക് പീസിനെ ചൂടാക്കും. എന്നിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ വർക്ക് പീസിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കും. ഇവിടെ ചുറ്റിലിട്ട് അടിക്കുന്നതാണല്ലോ, ഇത് ഈ ഭാഗത്തിനെയാണ് ചൂടാക്കി ചുട്ട് പഴുത്തിരിക്കുന്ന ആ ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കി. ചൂടാക്കി എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കിയിട്ട് ഹാമർ ഇട്ട് ബ്ലോസ് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് വെക്കും. നമ്മൾ ചുമ്മാ ഹാമർ ഇട്ട് അടിക്കുകയാണെങ്കിൽ പല ഷേപ്പിലോട്ടൊക്കെ മാറിപ്പോകും. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരു വർക്കറാണ് ഹാമർ ഇട്ട് അടിക്കുന്നതെങ്കിൽ എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലോട്ട് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഈ വർക്ക് പീസിനെ ചൂടാക്കി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഓരോ സൈസിലും ഷേപ്പിലും ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്മിത്തി എന്നും വിളിക്കാറുണ്ട്. മലയാളത്തിൽ ഇതിനെ കൊല്ലൻ്റെ ആല എന്ന് നമ്മൾ പറയാറുണ്ട്. കൊല്ലൻ്റെ ആല എന്ന് പറഞ്ഞ് കേട്ട് കാണുമല്ലോ നിങ്ങൾ, നമ്മൾ സിനിമകളൊക്കെ കണ്ടു കാണും. ഇപ്പം കൊല്ലൻ്റെ ആലയൊക്കെ വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ കത്തിയൊക്കെ കറിക്കരിയുന്ന കത്തിയൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന വടിവാളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ കൊല്ലൻ്റെ ആലയിലാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഈ വാളിൻ്റെ മൂർച്ചയും വാളിൻ്റെ ഷേപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കൊല്ലൻ്റെ അയാളുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും, അയാളുടെ സ്കില്ല് പോലെ ഇരിക്കും. നമ്മുടെ അടുത്ത് ചുമ്മാ ഒരു പ്ലേറ്റിലെടുത്ത് ഇങ്ങനെ ഒരു റോഡിലെടുത്ത് ചുമ്മാ ചുറ്റിലിട്ട് അടിക്കുകയാണെങ്കിൽ അത് തോന്നിയ പോലെ ആയിരിക്കും, അതങ്ങ് ചതഞ്ഞങ്ങ് പോകും. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള വർക്കാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും ആ ഒരു സൈസിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൈ വെച്ചാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹാൻഡ് ഫോർജിങ് എന്നായിരിക്കും പറയുന്നത്. അതല്ല എന്തെങ്കിലും മെഷീനറി ഉപയോഗിച്ചാണ് ആ ഫോർജിങ് ചെയ്യുന്നതെങ്കിൽ അതിനെ മെഷീൻ ഫോർജിങ് എന്ന് പറയാറുണ്ട്. അപ്പോൾ മെഷീൻ ഫോർജിങ് എന്ന് പറയുന്ന ആ സംഭവത്തിനുള്ള ഒരു വീഡിയോ ആണ് ഇതായി കാണുന്നത്. ഇത് ഹാൻഡ് ഫോർജിങ് അല്ല, മെഷീൻ ഉപയോഗിച്ചാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതായത് കണ്ടോ, വളരെ ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ആ വർക്ക് പീസിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതെന്ന് പറയുന്ന പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ആയിരിക്കുന്ന വർക്ക് പീസാണ്. അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ചൂടാക്കിയ വർക്ക് പീസിലോട്ടാണ് ഈ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഡ്രോപ്പ് ഫോർജിങ്. ഇനി അടുത്തത്
കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത ഒരു ഫോഴ്സ് കൊടുക്കുന്ന ഒരു രീതി. ഇത് കണ്ടോ, ഇത് പ്രസ് ഫോർജിങ് എന്നാണ് പറയുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. ഇതിനെ പ്രസ് ഫോർജിങ് എന്നാണ് പറയുന്നത്. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചാണ് ഈ കംപ്രസീവ്, വളരെ ഹൈ കംപ്രസീവ് ഫോഴ്സാണ് ഈ അപ്ലൈ ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയ വർക്ക് പീസിൻ്റെ എനിക്ക് തോന്നുന്നു ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന, തിക്നെസ് കുറച്ച് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പ്രസ്, ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്ന ഒരു മെഷീനറി ഉപയോഗിച്ചാണ്. ഇതിനെ മെഷീൻ ഫോർജിങ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസ് ഫോർജിങ് എന്ന് പറയാം. പ്രസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് പ്രസ് എന്ന മെഷീൻ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രസ് ഫോർജിങ് എന്നും പറയാം. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് 4th മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് പുതിയ കാര്യമല്ല, നിങ്ങൾ BMEയിൽ പഠിച്ചിട്ടുണ്ടാകും മിക്കവാറും. അപ്പോൾ ഇതാണ് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. കണ്ടല്ലോ, ഇതാണ് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അടുത്തത്, ഇനി 4th മോഡ്യൂളും പിന്നെ ബാക്കിയുള്ള 5th മോഡ്യൂളായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് മെംസ് എന്ന് പറയുന്നത്. MEMS എന്ന് പറയുന്നത് മെംസ് എന്ന് സാധാരണ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്. ഇതിനെയാണ് മെംസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മെക്കാനിക്കലിൻ്റെ ടോപ്പിക്കല്ല, ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു 3rd ഇയറിലോ 4th ഇയറിലോ ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഈ MEMS പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ മെംസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരികയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മെംസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. കാരണം ഏറ്റവും ടഫായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൽ ഒന്നാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലാണ്. അപ്പം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ഒരു പോർഷനാണ് ഈ മെംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ മൊത്തം മോഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോർഷൻസ് പഠിക്കാനുള്ള ഫസ്റ്റ് മോഡ്യൂളാണെന്ന് പറയാം. കാരണം കാസ്റ്റിങ്ങിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ പഠിക്കാനുള്ള ഫസ്റ്റ് മോഡ്യൂളാണെന്ന് പറയാം. പഠിക്കാൻ പാടെന്ന് പറയുന്നില്ല ഫസ്റ്റ് മോഡ്യൂൾ, പഠിക്കാനൊക്കെ കുറച്ച് ഈസി തന്നെയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി ഈസി ആയിട്ട് പഠിക്കാനൊക്കെ. പക്ഷേ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുള്ള ഫസ്റ്റ് മോഡ്യൂളാണ്. കമ്പാരിറ്റീവ്ലി 2nd മോഡ്യൂളും 3rd മോഡ്യൂളും 4th മോഡ്യൂളും ടോപ്പിക്സ് കുറച്ചേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് മോഡ്യൂളായിട്ട് കമ്പയർ ചെയ്യുമ്പം ബാക്കിയുള്ള മോഡ്യൂൾസിലെല്ലാം ഇൻക്ലൂഡിങ് 5th മോഡ്യൂൾ, ബാക്കിയുള്ള മോഡ്യൂൾസിലെല്ലാം കുറച്ച് ടോപ്പിക്സ് കുറവാണ്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സ് പഠിക്കാനുള്ളത് കാസ്റ്റിംഗ് ആണെന്ന് പറയാം. ഫസ്റ്റ് മോഡ്യൂളിലുള്ള കാസ്റ്റിംഗാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് പഠിക്കാനുള്ളത്. പക്ഷേ ഈ 5 മോഡ്യൂളിലും ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ 5th മോഡ്യൂൾ എന്ന് പറയേണ്ടി വരും. കാരണം ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. മെംസ് എന്ന് പറയുന്ന പോർഷൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ പഠിക്കുമ്പം മിക്കവർക്കും ഈ 5th മോഡ്യൂൾ അല്ലെങ്കിൽ 4th മോഡ്യൂളിൻ്റെ ഈ മെംസ് എന്ന് പറയുന്ന ആ പോർഷൻ മെംസ് എന്ന് പറയുന്ന പോർഷൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ 5 മോഡ്യൂളിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 5th മോഡ്യൂൾ തന്നെയായിരിക്കും. ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഇതിലും കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ എന്നാലും പഠിക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മെംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ടുള്ള പോർഷൻ അല്ല, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷനാണ് മെംസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഈ മെംസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫിംഗർ ടിപ്പിൽ കാണുന്ന ഈ ചെറിയൊരു ചിപ്പ് കണ്ടോ, ഇതിനെ നമുക്ക് കാഷ്വലായിട്ട് മൈക്രോ ചിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാഷ്വലായിട്ട് നമ്മൾ മൈക്രോ ചിപ്പ് എന്ന് പറയാം. ആ സത്യം പറഞ്ഞാൽ മൈക്രോ ചിപ്പ് അല്ല, ഈ മെംസ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റാണ്, മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. ആ ഒരു എലമെൻറ്റാണ് ജസ്റ്റ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ചിപ്പിൻ്റെ ഉൾഭാഗത്തിൻ്റെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഇമേജ് ഒപ്പിച്ചത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മൈക്രോ ചിപ്പിൻ്റെ ഉൾഭാഗത്തുള്ള പോർഷൻ്റെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഒരു വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ഗിയർ, അതിൻ്റെ മുകളിൽ ചെറിയൊരു ഗിയറുണ്ട്, ഈ ചക്രത്തിൻ്റെ ഷേപ്പിലുള്ള, അതും ഗിയർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം, അതുണ്ട്. ഇതിൻ്റെ താഴെ ഒരു ഗിയർ പോകുന്നുണ്ട്, അതിൻ്റെ മേറ്റിംഗ് ആയിട്ട് ഇവിടെ 2 ഗിയർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗിയർ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറിയ മൈക്രോൺ തിക്നെസ്സേ ഉള്ളൂ. 1 സെൻറ്റിമീറ്ററോ അല്ല, 1 മില്ലിമീറ്ററോ അല്ല, അതിനേക്കാളും ചെറിയ കമ്പോണൻസ് ആണ് ഈ ഗിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. മേ ബി മൈക്രോൺ തിക്നെസ് അല്ലെങ്കിൽ മൈക്രോൺ വലിപ്പം മാത്രമേ ഈ ഗിയേഴ്സിനൊക്കെ ഉള്ളൂ. നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ചെയ്ത് കാണാനൊക്കത്തില്ല. മൈക്രോസ്കോപ്പിലൂടെ കണ്ടാൽ മാത്രമേ ഇതൊക്കെ കണ്ടാൽ നേരെ മനസ്സിലാവത്തുള്ളൂ. അത്രത്തോളം ചെറിയ എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി മെക്കാനിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂവിങ് പാർട്സ് ഉള്ള മെക്കാനിക്കൽ കമ്പോണൻസിൻ്റെ ചെറിയ മിനിയേച്ചർ ഫോം ചേർന്ന ഒരു ചിപ്പിനെയാണ് ഈ കാണിച്ചാണ് മെംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത്
അകത്ത് മൂവിങ് പാർട്സ് ഉണ്ട്, അതായത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ മിനിയേച്ചർ ഫോം ഇതിൻ്റെ അകത്ത് കാണും. ചെറിയ മൈക്രോൺ തിക്നെസ്സിലുള്ള ഗിയേഴ്സോ ലിവേഴ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എല്ലാം മൂവിങ് ആയിട്ടുള്ള പാർട്സുകളെല്ലാം ഈ ചെറിയ ചിപ്പിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കും. ഓരോ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെക്കാനിക്കലായിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാവും, അതായത് മൂവിങ് പാർട്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇത് പവർ ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽസും ഇത് ഇൻപുട്ടായിട്ട് സ്വീകരിക്കും. അപ്പം പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി തന്നെയായിരിക്കും, ചെറിയ ഇലക്ട്രിക് സിഗ്നൽസ് ഉപയോഗിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മൂവിങ് പാർട്സ് ഉള്ള മെക്കാനിക്കൽ കമ്പോണൻസ് ഉള്ള ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന ചെറിയ ആ എലമെൻസിനെ, ആ ചെറിയ ചിപ്പിനെയാണ് MEMS എന്ന് പറയുന്നത്, MEMS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അത് ചെറിയ ചെറിയ കമ്പോണൻസ് ഒരുപാട് കാണും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, ഈ MEMS കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. നമ്മുടെ പ്രൊജക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ. അപ്പോൾ ഈ കൂടിയ പ്രൊജക്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്ടർ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ചെവറിലോട്ട് അല്ലെങ്കിൽ വാളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നില്ല. കുറച്ചൊരു ആംഗിളിലൊക്കെ നീക്കി വെച്ച് ഒരു സൈഡിലോട്ടൊക്കെ വെച്ച് വാളിലോട്ട് പ്രൊജക്റ്റ് ചെയ്താലും അത് പ്രൊജക്ഷൻ വാളിൽ വീണതിന് ശേഷം അത് സെൽഫായിട്ട് അതങ്ങ് ഓറിയൻ്റ് ആവും. അതായത് ഒരു സെൽഫ് ഓറിയൻറ്റേഷൻ ചില കൂടിയ പ്രൊജക്ടറുകളിലൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചൊരു ആംഗിളിലൊക്കെയാണ് ആ പ്രൊജക്ടർ വച്ചിരിക്കുന്നത് എങ്കിലും ആ വാളിനോട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് സെൽഫായിട്ടൊന്ന് ഓറിയൻറ്റഡ് ആവും. അതായത് ഒരു ചെറിയൊരു ആംഗിളിലാണ് പ്രൊജക്ടർ വയ്ക്കുന്നത് എങ്കിൽ പോലും കറക്റ്റായിട്ടുള്ളൊരു വ്യൂ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും വാളിൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സെൽഫായിട്ട് അതങ്ങ് ഓറിയൻറ്റഡ് ആവുന്നത്? സെൽഫായിട്ട് അത് ഓറിയൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പ്രൊജക്ടറിൻ്റെ അകത്തൊരു മൈക്രോ ചിപ്പുണ്ട്, ചെറിയൊരു മൈക്രോ ചിപ്പ് കാണും. ആ മൈക്രോ ചിപ്പാണ് ഈ വാളിൻ്റെ പ്രൊജക്ടറും വാളും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നത് മെഷർ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണെന്ന്, ഈ പ്രൊജക്ടറും വാളും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയാണെന്നും അതിൻ്റെ എത്ര ആംഗിളിലോട്ടാണ് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജ് അത് സെൽഫായിട്ട് ഓറിയൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആ പ്രൊജക്ടറിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു മൈക്രോ ചിപ്പാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞാൽ അത് സെൻസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സെൻസർ അല്ലെങ്കിൽ മൈക്രോ ചിപ്പ് എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ ഈ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റമാണ്, അതായത് ഈ MEMS എന്ന് പറയുന്ന ചിപ്പാണ് അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാറിൽ ഫ്യൂവൽ ഗേജ്, നമ്മുടെ കാറിൽ പെട്രോൾ ടാങ്കിലോട്ട് പെട്രോൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എത്ര ഫ്യൂവലാണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് കറക്റ്റായിട്ട് റീഡിങ് നമ്മുടെ അവിടെ ഡാഷ് ബോർഡിൽ കാണിക്കും. എത്ര ക്വാണ്ടിറ്റി ഫ്യൂവൽ അതിൻ്റെ അകത്തുണ്ട്, എത്ര ക്വാണ്ടിറ്റി, ഇനി അതിൻ്റെ റേഞ്ച് എത്രയാണ്, എത്ര കിലോമീറ്റർ അത് വെച്ച് ഇത്രയും ക്വാണ്ടിറ്റി പെട്രോൾ വെച്ച് ഓണം എന്നൊക്കെ ഡാഷ് ബോർഡിൽ നമുക്ക് റിയൽ ടൈമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ റിയൽ ടൈമായിട്ട് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പെട്രോൾ ടാങ്കിൽ തന്നെ ഒരു സെൻസറുണ്ട്. ആ സെൻസറാണ് ഈ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി സെൻസർ എന്ന് പറയുന്നത് വെച്ചാൽ അതൊരു മൈക്രോ ചിപ്പാണ്, അതാണ് നമ്മൾ സെൻസർ എന്ന് വിളിക്കുന്നത്. ഇതും ഈ മൈക്രോ ചിപ്പ് എന്ന് പറയുന്ന ഒരു MEMS ഡിവൈസാണ്. അപ്പോൾ ഈ MEMS ഡിവൈസ് അതിൻ്റെ അകത്ത് മെക്കാനിക്കലായിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഫ്യൂവലിൻ്റെ എമൗണ്ട് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് മെക്കാനിക്കലായിട്ടുള്ള കമ്പോണൻസ് ഈ സെൻസറിൻ്റെ അകത്ത് കാണും. അപ്പോൾ അതാണ് ഈ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെ മെഷർ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സെൻസർ. ഈ മൊബൈലിലുള്ള ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന സെൻസറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതിൻ്റെ ഓറിയൻറ്റേഷൻ, നമ്മുടെ മൊബൈൽ എന്ന് പറയുന്ന ഒരു സ്പേസിൽ എങ്ങനെയാണ് അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ആംഗിളൊക്കെയാണത് മാറിയിരിക്കുന്നത്, എത്ര ആംഗിൾ ചരിഞ്ഞാണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു സെൻസർ മൊബൈലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗൈറോസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ ഓട്ടോ റൊട്ടേറ്റ് ഫംഗ്ഷനൊക്കെ മൊബൈലിൽ വർക്കാവുന്നത്. അതുപോലെ തന്നെ ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഈ കൺട്രോൾസൊക്കെ മാറുന്നതെല്ലാം ഈ ഗൈറോസ്കോപ്പ് ഉപയോഗിച്ചാണ്. അതായത് ഇപ്പം റേസിംഗ് ഗെയിമൊക്കെ കളിക്കുന്നു, റേസിംഗ് ഗെയിം കളിക്കാൻ നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും മൊബൈലിൽ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ മൊബൈലിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനനുസരിച്ച് റേസിംഗ് ഗെയിം ആണെങ്കിൽ സ്ക്രീനിലുള്ള സ്റ്റിയറിംഗ് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന കാണാം. അപ്പോൾ കാർ റേസിംഗ് ഒക്കെ ആണെങ്കിൽ കാറിൻ്റെ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊബൈലിനെ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റിയറിംഗ് ഒക്കെ മൂവ് ചെയ്യുന്നത് കാണാം, റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഗൈറോസ്കോപ്പ് സെൻസർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ, ഓരോ ആംഗിളും ഓരോ XYZ ഡയറക്ഷനിൽ ഓരോ ആംഗിളും എങ്ങനെയാണ് ഈ മൊബൈൽ മൂവ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്ന ഈ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന സെൻസർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മൈക്രോ ചിപ്പാണ്. അതായത് ഈ കാണുന്ന പോലെ, ഈ ഫിംഗറിൻ്റെ ടിപ്പിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ഒരു മൈക്രോ ചിപ്പാണ്. ആ മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി MEMS ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഓറിയൻറ്റേഷൻ, മൊബൈൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓറിയൻറ്റേഷൻ മാറാനായിട്ടുള്ള മെക്കാനിക്കൽ കമ്പോണൻസ്, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില മൈക്രോൺസ് വലുപ്പത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള മെക്കാനിക്കൽ കമ്പോണൻസ് ആ സെൻസറിൻ്റെ അകത്ത് കാണും. ആ മൈന്യൂട്ടായിട്ടുള്ള മെക്കാനിക്കൽ കമ്പോണൻസിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് അനുസരിച്ചാണ് അത് മനസ്സിലാക്കുന്നത്. ഈ സെൻസർ മനസ്സിലാക്കുന്നത് എത്ര ആംഗിൾ അത് മൂവ് ചെയ്തു, XYZ ഡയറക്ഷനിൽ ഈ മൊബൈൽ എത്ര ആംഗിൾ മാറി എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചാണ് ആ സ്റ്റിയറിംഗ് മൂവ് ചെയ്യുന്നതല്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഈ മെംസ് ഡിവൈസ് അല്ലെങ്കിൽ മെംസ് സിസ്റ്റംസ് എന്നൊക്കെ പറയുന്ന ആ ചെറിയ എലമെൻറ്റ്. നമ്മൾ കാഷ്വലായിട്ട് മൈക്രോ ചിപ്പ് എന്നൊക്കെ വിളിക്കും. പക്ഷേ സംഭവം അത് മൈക്രോ ചിപ്പ് അല്ല, ടെക്നിക്കലി അതെല്ലാം മെംസ് ആണ്. അപ്പോൾ ഈ മെംസിനെ പറ്റിയാണ് നമുക്ക് ഈ 4ാമത്തെ മോഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫിലും പിന്നെ 5th മോഡ്യൂളിലും പഠിക്കാനുള്ളത്. ഇതും സത്യം പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ല. ഈ മെംസ് എന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എസ്പെഷ്യലി അതിൻ്റെ ഫാബ്രിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ്, ഈ ചിപ്പൊക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഈ മെംസ് ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോൺസ് തിക്നെസ്സിലുള്ള കമ്പോണൻസ് ഒക്കെ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്, അതിൻ്റെ ഫാബ്രിക്കേഷൻ എങ്ങനെയൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് മെംസ് എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോണിക്സുകാർക്ക് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ കാണും. ഒരു പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാളും വളരെ കാര്യമായിട്ട് ആ ഫാക്കൽറ്റി, ഇലക്ട്രോണിക്സിൻ്റെ ഫാക്കൽറ്റി ചിലപ്പോൾ അവരെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇത് അവരുടെ സബ്ജക്റ്റാണ്. മെംസ് എന്ന് പറയുന്നത് അവരുടെ സബ്ജക്റ്റാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് മെംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. ഇതെങ്ങനെയാണ് ഈ മെംസ് എന്ന് പറയുന്ന ഈ ടോപ്പിക് എങ്ങനെയാണ് ഈ സബ്ജക്റ്റിൽ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ മെക്കാനിക്കലാരൊന്നും ഈ മെംസിനെ പറ്റി പഠിക്കുന്നില്ല. മെക്കാനിക്കലാർ പഠിക്കുന്നുണ്ട്, അത് ഫൈനൽ ഇയറിൽ വേറെ ഒരു സബ്ജക്റ്റിലാണ് ഈ മെംസിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. മെക്കട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. മെക്കട്രോണിക്സും ഇലക്ട്രോണിക്സിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റിലാണ് മെംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡ്യൂൾ പഠിക്കുന്നത്. അല്ലാതെ മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ എങ്ങനെയാണ് ഈ സിലബസിൻ്റെ അകത്ത് മെംസ് കുത്തിക്കയറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നാലും ആ പോർഷനും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 മോഡ്യൂളാണ് നമുക്ക് ഈ സബ്ജക്റ്റിലുള്ളത്. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് മോഡ്യൂളാണ്. ഏറ്റവും ടഫായിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നത് ഈ മെംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് 5ാമത്തെ മോഡ്യൂളും പിന്നെ 4th മോഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫും. അപ്പോൾ ഈ ബാക്കി മോഡ്യൂൾസൊക്കെ കുറച്ച് ഈസിയാണെന്ന് പറയാം. മിക്ക പോർഷനും നിങ്ങൾ ആൾറെഡി BMEയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും അടുത്ത വീഡിയോ മുതൽ നമ്മുടെ സിലബസിലുള്ള പോർഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ വീഡിയോയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.